പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ തെളിഞ്ഞു മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു വചനം എടുത്തായിരുന്നു. നമുക്കത് ഒന്നുരേക്കാം. മർക്കോസ് 1:45. എന്നാൽ അവൻ പുറത്തു ചെന്ന് വളരെ കാര്യങ്ങൾ പ്രഘോഷിക്കാനും ഇത് പ്രസിദ്ധമാക്കാനും തുടങ്ങി. തന്മൂലം പിന്നീട് പട്ടണത്തിൽ പരസ്യമായി പ്രവേശിക്കാൻ യേശുവിന് സാധിച്ചില്ല. അവൻ പുറത്ത് വിജനപ്രദേശങ്ങളിൽ തങ്ങി. ജനങ്ങളാകട്ടെ എല്ലായിടങ്ങളിൽ നിന്ന് അവന്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നു. ഇതിനകത്ത് എനിക്കിഷ്ടപ്പെട്ട വചനം അറിയാം, തങ്ങി എന്നുള്ള വാക്കാണ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് എന്താണ്? ഒരു വഴി അടഞ്ഞെന്ന് കണ്ടാൽ, അല്ല അവിടെ കലുഷിതമാണെന്ന് കണ്ടാൽ കർത്താവ് വേറെ വഴിയെ പോകും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ആ കുഷ്ഠരോഗി സുഖപ്പെട്ടപ്പോൾ അവരോട് പറഞ്ഞായിരുന്ന കർത്താവ്, ആരോടും ചെന്നൊന്നും പറഞ്ഞേക്കരുത് എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ആ അണ്ണൻ പോയി എല്ലാവരോടും പറഞ്ഞ്, അത് കാരണം യേശുവിനെ പരസ്യമായി നടക്കാൻ പറ്റുന്നതിനല്ല, യേശുവിനെ ശത്രുക്കൾ യേശുവിനെ അന്വേഷിക്കാൻ തുടങ്ങി.
അപ്പോൾ ശത്രുപാളയത്തിൻ്റെ മണം വന്നപ്പോൾ ഈശോ എന്ത് ചെയ്ത്? പിന്നെ പ്രൊസീഡ് ചെയ്തില്ല. പിന്നെ എന്ത് ചെയ്ത്? അവൻ വിജനപ്രദേശത്ത് തങ്ങി എന്നാണ് പറയണത്. വിജനപ്രദേശം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ. അത് ഒരേ സമയം തന്നെ ദൈവസന്നിധാനമാണ്. ദൈവസന്നിധാനത്തേക്ക് അവൻ തങ്ങുകയാണ്. നമുക്ക് ചുറ്റും വിഷയങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആകുമ്പോൾ നമുക്ക് തങ്ങേണ്ടി വരും കർത്താവിൻ്റെ അടുത്ത്. പിന്നെ മുന്നോട്ട് പോകരുത്. ഇപ്പം കേസ് കൊടുക്കേണ്ട കേസാണെങ്കിലും ഇപ്പം ഞാൻ ചിലരോടൊക്കെ പറയും, കേസ് കൊടുക്കണ്ട, വരട്ടെ, വെയിറ്റ് ചെയ്യും, പ്രാർത്ഥിക്കെന്ന് പറയും. എന്താ കാര്യം? ഇപ്പോഴും നമ്മൾ ഈ കേസ് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ വികാരം കൊണ്ട് നിൽക്കുന്ന ആൾക്കാരില്ലേ, അവരുടെ ഇപ്പോഴത്തെ വികാരമാണത്. അപ്പം നമ്മൾ ആ ഒരു അരിശത്തിൽ പോയി ആറ്റിച്ചാടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കേസ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ എന്ന സമയത്ത് കേസ് പിൻവലിക്കാൻ തോന്നും. കാര്യം നമ്മൾ അറിയാതെ നമ്മുടെ വക്കീൽ തന്നെയായിരിക്കും അപ്പുറത്തെ വക്കീലും, അല്ലെങ്കിൽ നമ്മുടെ വക്കീലും നമ്മുടെ വാദിയാണെങ്കിൽ പ്രതിഭാഗം വക്കീലും ഈ നമ്മുടെ വക്കീലും കൂടി ഒരു ക്ലാസ്സിൽ പഠിച്ച ആൾക്കാരായിരിക്കും. ഇവന്മാർ തമ്മിലുള്ള യുദ്ധമല്ലേ കോടതിയിലെ. അപ്പോൾ അവർ എന്ത് ചെയ്യും? അവർ 10 പൈസ ഇവരിൽ നിന്ന് രണ്ടുപേരിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് ആ സംഭവം അവസാനം കൊണ്ട് കോംപ്രമൈസ് ആക്കും. എന്നാൽ പിന്നെ ഇത് ആദ്യം ചെയ്യാൻ പാടില്ലേ, അത് ചെയ്താൽ അവർക്ക് കാശ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് ചില സമയത്ത് നമ്മൾ പ്രൊസീഡ് ചെയ്യരുത്. ഇപ്പം നമ്മൾ പറയത്തില്ല, എല്ലാവരും പറയുന്നത് ട്രാഫിക് ലോ ഇല്ലേ, സ്റ്റോപ്പ്, ലുക്ക് ആൻഡ് പ്രൊസീഡ് എന്ന്. ട്രാഫിക് ലോ ആണത്. ഒരു റോഡ് കവർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം സ്റ്റോപ്പ് ചെയ്യണം. വന്നവരെ അങ്ങോട്ട് കയറി പോകരുത്. ചിലപ്പോൾ ഇടികൊണ്ട് ചിലപ്പോൾ ചമ്മന്തി പരുവത്തിലാവും. അത് സ്റ്റോപ്പ്, പിന്നെ എന്ത് ചെയ്യണം? ലുക്ക്, പിന്നെ എന്ത് ചെയ്യണം? പ്രൊസീഡ്. അങ്ങനെ അത് ട്രാഫിക് ലോ അല്ലേ. പക്ഷേ ബൈബിളിൽ ലോ ലുക്കില്ല എൻ്റെ അകത്ത്. സ്റ്റോപ്പ് എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് പറയും ഹാൾട്ട് എന്ന് പറയും. അതാണ് തങ്ങുക എന്ന് പറയുന്നത്. സ്റ്റോപ്പ്, ഹാൾട്ട് ആൻഡ് പ്രൊസീഡ്. ഹാൾട്ട് എന്നാണ് പറയണത്, അല്ലാതെ ലുക്ക് എന്നല്ല പറയണത്. ലുക്ക് എന്ന് പറയുമ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി വണ്ടി അങ്ങനെ ചാടി പോകും, അതല്ല ഹാൾട്ട്. കാരണം നീ അങ്ങോട്ട് ചെന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. അപ്പം നീയല്ലേ പോണത്. റോഡ് ക്രോസ് ചെയ്യണമല്ല ലക്ഷ്യം. റോഡ് ക്രോസ് ചെയ്തിട്ട് നീ എന്ത് ചെയ്യും എന്നുള്ളതാണല്ലോ ലക്ഷ്യം. റോഡ് ക്രോസ് ചെയ്യണ ഒരു മാർഗം മാത്രമല്ലേ. റോഡ് എന്തിനാണ് അപ്പുറത്ത് ചെല്ലണത്? അതല്ലേ ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് ബൈബിൾ പറയും സ്റ്റോപ്പ്, ലുക്ക് ആൻഡ് പ്രൊസീഡ് അല്ല, സ്റ്റോപ്പ്, ഹാൾട്ട് ആൻഡ് പ്രൊസീഡ്. ചില സമയത്ത് ഹോൾട്ട് ചെയ്യണം. കേസൊന്നും കൊടുക്കേണ്ട, അവിടെ നിൽക്കാൻ പറയണം. നിൽക്കട്ടെ, എന്നിട്ട് പ്രെയർ ചെയ്യണം, എംപവർ ചെയ്യണം. നമ്മളെ തന്നെ എംപവർ ചെയ്യണം. പിന്നെ നമ്മൾക്ക് വേണ്ടി വാദിക്കാൻ കർത്താവ് ഫീൽഡിൽ വരണവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. കാരണം ദൈവം പണ്ടുപോലെ വാദിക്കുന്ന ആളാണ്, തൻ്റെ മക്കൾക്ക് വേണ്ടി വാദിക്കുന്ന ആളാണ്. അപ്പം നമ്മളെന്താ ചെയ്യണത്? തൻ്റെ മക്കളായിരിക്കാൻ വേണ്ടിയുള്ള യോഗ്യത നേടാൻ വേണ്ടിയാണ് നമ്മളെ തന്നെ ഒരുക്കണം സുവിശേഷവിഹിതമായിട്ട്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും. കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിന്റെ കൂടെ അമ്മ ഉണ്ടാവുമെന്ന് നീ ഓർക്കണം ദൈവപൈതലേ. കർത്താവ്, കിടപ്പായിപ്പോയവർ, ഇങ്ങനെ ഒരു ആരോഗ്യമുണ്ട് പക്ഷെ കിടന്നു പോയവർ, ചിലപ്പോൾ അപകടം ഉണ്ടായി കിടന്നു പോയവർ, കർത്താവെ പ്രഷർ വന്ന് കിടന്നു പോയവർ, കർത്താവിൻ്റെ തിരുമുറുവാർന്ന വലതുകരം, ആണിപ്പെടുതാടുന്ന അത്ഭുതകരം ആ കിടന്നുപോയ മക്കളുടെ മേൽ ശരീരത്തിൽ തലയ്ക്കപ്പെടട്ടെ. യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് കൽപ്പിക്കുന്നു. കർത്താവെ, പടലപ്പിണക്കങ്ങളും തൊഴുത്തിൽ കുത്തുമൂലം കുടുംബത്തിൽ കലഹവും കോലാഹലങ്ങളും സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങൾ, നീ ഏത് ഭവനത്തിൽ പ്രവേശിക്കുമ്പോഴും ആ ഭവന സമാധാനം ആശംസിക്കണം. സമാധാന ദൂതൻ അവിടെ ഉണ്ടെങ്കിൽ നിൻ്റെ സമാധാനോടെ ഭരിക്കും. കർത്താവെ, അടിയൻ്റെ പ്രാർത്ഥന കൊണ്ടും അമ്മയുടെ പ്രത്യക്ഷീകരണം കൊണ്ടും കർത്താവെ ആ കുടുംബങ്ങൾക്ക് സമാധാനം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ,
പഠിക്കുന്നതിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾ, കർത്താവേ, എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി മക്കൾ വേദനിച്ചുകൊണ്ട് ആശങ്കപ്പെട്ടുകൊണ്ട് കണ്ണുനീരോടെ വിഷമിക്കുന്നുണ്ടോ ആ മേഖലയിലെല്ലാം പരിശുദ്ധാത്മ പ്രവർത്തിച്ചുകൊണ്ട് നിൻ്റെ വിഷയത്തിൽ ദൈവം തീരുമാനമെടുക്കാൻ പോകുന്നു. കർത്താവിൻ്റെ മുമ്പിൽ നീ ജാഗ്രതയോടെ പെരുമാറുക. കർത്താവെ, അകലം വിട്ടുപോകുന്നവർ, രാജ്യം വിട്ടുപോകുന്നവർ, വീട് വിട്ടുപോകുന്നവർ, ഞങ്ങൾ കണ്ണുമ്പിൽ നിന്ന് മറയുന്നവർ കർത്താവിൻ്റെ കൃപയാൽ നിറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, ജോലിയില്ലാത്തതിൻ്റെ പേരിൽ വിസ പുതുക്കാത്തതിൻ്റെ പേരിലും നാട്ടിലേക്ക് വരാൻ പറ്റാത്തതിൻ്റെ പേരിലും തിരിച്ചു പോകാൻ പറ്റാത്തതിൻ്റെ പേരിലൊക്കെ കുടുങ്ങിക്കിടക്കുന്നവർ, എൻ്റെ കർത്താവിൻ്റെതുമായ എന്തെങ്കിലും ബന്ധനങ്ങളെ ഞാൻ അർപ്പിച്ച 40 വർഷത്തെ ബലിയുടെ ശക്തിയാൽ ബന്ധിക്കുന്നു, അഴിച്ചു മാറ്റുന്നു. കർത്താവിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കുകയും നീ വിടുതൽ പ്രാപിക്കുകയും ചെയ്യട്ടെ. ഐ കമാൻഡ് യു ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യു ബി ഹീൽഡ് ആൻഡ് ഡെലിവേർഡ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൽ നീക്കും. ആമേൻ. അങ്ങനെ ഞങ്ങൾ പിന്നെ എന്താ ചെയ്യേണ്ടതെന്നറിയില്ല, ഓടി ഇങ്ങോട്ട് വന്നു. ഞാനിവിടെ കരഞ്ഞുകൊണ്ടാണ് ഓടി വന്നത്. ഇവിടെ വന്ന് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അച്ഛൻ ഇവിടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നത് കണ്ടത്. ഞാൻ ഓടി വന്ന് ഇവരോട് ചോദിച്ചു, എനിക്കും അച്ഛനെ കാണണമെന്ന്. അപ്പോഴത്തേനും അച്ഛൻ പോയി. ആ ചേച്ചി എന്നെ, ഇവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, ആ ചേച്ചി എന്നെ അവിടെ കൊണ്ടുപോയി ടോക്കൺ എടുക്കാനായിട്ട് നിർത്തി. എനിക്ക് ടോക്കൺ കിട്ടി. ഇവിടെ വന്ന് ഫസ്റ്റ് തന്നെ ഞങ്ങളെയായിരുന്നു അച്ഛൻ പ്രാർത്ഥിപ്പിച്ചതൊക്കെ. അതോടുകൂടി എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ കുഞ്ഞിനൊരു കുഴപ്പമുണ്ടാവില്ലെന്ന്. ആ സമയം വരെയും കരഞ്ഞുകൊണ്ടിരുന്ന് എനിക്ക് ഒരു ധൈര്യം കിട്ടിയ പോലെയായിരുന്നു. പിന്നീട് പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ മാതാവ് ഞങ്ങളുടെ തിരിയിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണെങ്കിലും വൈകുന്നേരത്തെ പ്രാർത്ഥനയിലാണെങ്കിലും തിരിയുടെ മുകളിലായിട്ട് തിരി കത്തി നിൽക്കുന്ന സ്ഥലത്ത് ഒരു അമ്മയുടെ തിരിഹൃദയമാണ് കണ്ടുകൊണ്ടിരുന്നേച്ചത്. പിറ്റേ ദിവസം സർജറിക്ക് പോയി. ഞങ്ങൾ 9-ാം തീയതി ആയിരുന്നു, ജനുവരി 9-ാം തീയതി ആയിരുന്നു മോളുടെ സർജറി. പ്ലാസ്റ്റിക് സർജറി ചെയ്തു. ആ കുരുവിനെ എടുത്ത് കളഞ്ഞു. പിന്നെ ഒരാഴ്ചയ്ക്ക് ശേഷമേ ബയോപ്സിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ റിപ്പോർട്ട് വരുള്ളൂ. ആ ഒരാഴ്ച ഞങ്ങൾ അതുപോലെ ശക്തമായിട്ട് തന്നെ പ്രാർത്ഥിച്ചു. എൻ്റെ മോൾക്ക് ഈ കഴിഞ്ഞ ബുധനാഴ്ചയാണ് ബയോപ്സിയുടെ റിപ്പോർട്ട് വന്നത്. ഒരു കുഴപ്പമില്ലായിരുന്നു. റിപ്പോർട്ട് നെഗറ്റീവ് ആക്കി തന്ന അമ്മയ്ക്ക് ഒരുപാട് നന്ദി പറയാണ്. പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ അച്ഛന് തലയിൽ ബ്ലഡ് ക്ലോട്ട് ആവുന്ന അസുഖമായിരുന്നു. അച്ഛന് നടക്കാനൊന്നും വയ്യ, നടക്കുമ്പോൾ ബാലൻസ് പോവാണ്. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു, വെഞ്ചരിച്ച് തൈലമൊക്കെ പുരട്ടി. ഇപ്പോൾ അച്ഛന് ഒരു കുഴപ്പമില്ല. അച്ഛൻ ജോലിക്ക് പോയി തുടങ്ങി, സുഖമായിട്ടിരിക്കുന്നു. ഇത്രയും അനുഗ്രഹങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടിയേക്കുന്നത്. ഇനി എൻ്റെ മോക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ഈ അസുഖത്തെ പൂർണ്ണമായി മാറ്റിത്തന്ന് എൻ്റെ മോക്കും ജീവിക്കാനായിട്ടുള്ള ഇത് തരണം. ഇനിയും സൂക്ഷിക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞേക്കണത്. പക്ഷേ എനിക്കിപ്പോൾ പേടിയില്ല, എൻ്റെ കുഞ്ഞിനൊരാപത്തും വരില്ല. ഇതെല്ലാം ആദാവ് മാറ്റിത്തരുമെന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അമ്മയ്ക്കും തിരിക്കുമാനും 1000 നന്ദി. എൻ്റെ പേര് അനി ഷാജു, അങ്കമാലി എടക്കുന്ന് സെൻറ്റ് ആൻ്റണീസ് ചർച്ചിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. എൻ്റെ ജീവിത പങ്കാളിയാണ് ഇവിടെ ഉടമ്പടി എടുത്തിരുന്നത്. ഉടമ്പടി എടുക്കാൻ കാരണം ജീവിത പങ്കാളികൾക്ക് കാലിന് വാദത്തിൻ്റെ നീരും വേദനയും ആയിരുന്നു. ഏത് ഹോസ്പിറ്റലിൽ പോയാലും ഡോക്ടർമാർ പറയും എല്ലാ ടെസ്റ്റുകളും ചെയ്ത് കഴിയുമ്പോൾ കുഴപ്പമൊന്നുമില്ലയെന്ന്. ഗുളിക വേദനയുടെ തരും, അത് കഴിച്ച് കഴിയുമ്പോൾ വേദന കുറയും, വീണ്ടും വേദന വരും. ഞങ്ങൾ പോകാത്ത ഹോസ്പിറ്റലുകളില്ല. ഇവിടെ വന്ന് അങ്ങനെ ഞങ്ങൾ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ച് ഉടമ്പടി എടുത്തു. 2019 ഉടമ്പടി എടുത്തത്. അത് ഉടമ്പടി ജീവിത പങ്കാളി ഉഴപ്പി. പിന്നെ രണ്ടാമത് വീണ്ടും 2022 ഉടമ്പടി എടുത്തു. അപ്പോഴാണ് ജീവിത പങ്കാളിക്ക് കാലിൻ്റെ വേദനയും നീരുമൊക്കെ കുറഞ്ഞു. മാതാവിൻ്റെ വെഞ്ചിരിച്ച തൈലവും ഉപ്പിട്ട് വെള്ളത്തിൽ കുളിക്കുകയും തൈലം പുരട്ടി എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ചെയ്തിരുന്നു. അങ്ങനെ വേദനയും മാറി, നീരും മാറി. പിന്നെ തലയിൽ ചൊറിച്ചിലുണ്ടായിരുന്നു, ഭയങ്കര താരണത്തിൻ്റെ ഭയങ്കര പാടൊക്കെ ആയിരുന്നു. അതും മാറിക്കിട്ടി ഞങ്ങൾ ഈ തൈലം ഉപയോഗിച്ചപ്പോൾ. പിന്നെ ജീവിത പങ്കാളി അടുത്തതായി ഞങ്ങൾ വച്ചിരുന്ന നിയോഗം, ജീവിത പങ്കാളിക്ക് ഒരു വണ്ടി വാങ്ങിച്ച് കുറേ പേരെയെങ്കിലും കൃപാസനത്തിൽ കൊണ്ടുവന്ന് മാതാവിൻ്റെ സാക്ഷികളാക്കാനുള്ള ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു.
അത് മാതാവ് സാധിച്ചു കൊടുത്തു. ഞങ്ങൾക്കൊരു ജിത്തോ വണ്ടി വാങ്ങാനുള്ള അനുഗ്രഹം മാതാവ് തന്നു. ഇപ്പം ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും 5-6 പേരെ വെച്ച് കൊണ്ടുവരും. അവരുടെ കയ്യിൽ നിന്ന് പൈസ കുറച്ചേ വാങ്ങുന്നുള്ളൂ. അങ്ങനെ ഇവിടെ വന്ന് ഒരുപാട് പേര് ഉടമ്പടി എടുത്ത് അവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങളും കിട്ടി, സാക്ഷ്യവും പറഞ്ഞിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. പിന്നെ മൂന്നാമതായി എൻ്റെ മകൻ, മൂത്ത മകൻ UK BSc ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് അവൻ അവിടെ ചെന്ന് PG എടുത്തു. PG കോഴ്സിന് പഠിക്കാൻ പോയപ്പോൾ ചെന്നിട്ട് 3 മാസം അവന് ജോലിയൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവനെന്നും വിളിക്കുമ്പോൾ സങ്കടപ്പെട്ട് ഞങ്ങളോട് പറയും, അമ്മച്ചി അപ്പച്ചാ എനിക്കൊരു ജോലിയൊന്നും കിട്ടിയിട്ടില്ല, എന്താ ഞാൻ ചെയ്യണേ എന്ന് ചോദിക്കും. അപ്പം ജീവിത പങ്കാളി പറഞ്ഞു, മോൻ അവിടെ പ്രാർത്ഥിച്ചോ, അപ്പച്ചൻ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുത്തിരിക്കുന്നതല്ലേ, അതുകൊണ്ട് നിനക്ക് എവിടെയെങ്കിലും കിട്ടും. 3 മാസം കഴിഞ്ഞ് അവനൊരു ചെറിയ റെസ്റ്റോറൻറ്റിൽ ജോലി കിട്ടി. പിന്നെ അവൻ PG കോഴ്സ് ഉയർന്ന മാർക്കോടുകൂടി പാസ്സാവുകയും ചെയ്തു. കോഴ്സ് കഴിഞ്ഞ് വലിയൊരു ഹോട്ടലിൽ അവന് ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഇൻ്റർവ്യൂവിന് ചെന്ന് 3 പേരുണ്ടായിരുന്നു. അതിൽ 2 പേരിൽ ഒരാൾക്ക് ഇൻ്റർവ്യൂ പാസ്സായി, ജോലി കിട്ടി. ഇവനും ഇൻ്റർവ്യൂ പാസ്സായി. പക്ഷേ ഇവൻ്റെ ഗ്രേഡിന് വർക്ക് വിസ അടിച്ചു തരാനുള്ള ലൈസൻസ് അവർക്കില്ല എന്ന് പറഞ്ഞ് അവനെ തിരിച്ചു വിട്ടു. അതവന് ഭയങ്കര വിഷമായി. അത് കഴിഞ്ഞ് അവൻ താമസിച്ചിരുന്നിടത്തേക്ക് വന്നപ്പോൾ ആ താമസിക്കുന്ന വീടിൻ്റെ ഓണർ പറഞ്ഞു, നീ ഒരുപാട് ദിവസം ഇവിടെ ഇനി നിൽക്കാൻ പറ്റില്ല, നീ എത്രയും വേഗം വീട് മാറണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് അവൻ ഡ്യൂട്ടിക്ക് പോയി വരുമ്പോൾ അവൻ്റെ ബാഗുകളും സാധനങ്ങളെല്ലാം വാരി പുറത്തിട്ടിരിക്കുകയായിരുന്നു. ഡോറ് ലോക്ക് ചെയ്തു. എന്നിട്ട് ഈ മക്കൾ 2 പേരും കൂടി പുറത്ത് 2 ദിവസം തണുപ്പത്ത്, UK തണുപ്പെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, മൈനസാണ്. എന്നിട്ട് തണുപ്പത്ത് 2 ദിവസം അവർ പുറത്ത് രാവും പകലും ഇരുന്നു. 3-ാമത്തെ ദിവസം ഒരു മലയാളി ചേട്ടൻ കണ്ടു കഴിഞ്ഞപ്പോൾ എന്തെങ്ങനെ ഇരിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ഇവൻ കാര്യം പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, ഞങ്ങളുടെ റൂമിൽ ഹാളിൽ നീ കുറച്ച് ദിവസം കിടന്നോ, നിനക്ക് മുറി കിട്ടണവരെ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ഹാളിൽ ചെന്ന് താമസിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുൻപ് ഇൻ്റർവ്യൂവിന് പോയ ഹോട്ടലിലെ മാനേജർ ഇവനെ 2ാമത് വിളിക്കുകയാണ്. നീ ഒന്നും കൂടി വന്ന് ട്രയൽ അടിച്ച് നോക്ക്, എന്നിട്ട് നിനക്ക് പാസ്സാവുകയാണെങ്കിൽ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ 2ാമത് ചെന്ന് ഇൻ്റർവ്യൂ ചെയ്തു. ഇൻ്റർവ്യൂവിൽ അവൻ പാസ്സായി. അവന് അവിടെ വർക്ക് വിസ 3 വർഷത്തേക്ക് 2 ലക്ഷം രൂപയ്ക്ക് വിസ അടിച്ചു കൊടുത്തു. മാതാവ് അനുഗ്രഹിച്ചു അവനെ. ഇപ്പോഴവന് നല്ല ശമ്പളത്തോടു കൂടി ജോലി കിട്ടി. പിന്നെ മാനേജർ വർക്ക് വിസ അറ്റൻഡറായിട്ടാണ് വർക്ക് വിസ അടിച്ച് തരാമെന്ന് പറഞ്ഞത്. വിസ അടിച്ച് വന്നപ്പോൾ അവന് മാനേജറായിട്ടാണ് വിസ അടിച്ച് കിട്ടിയത്, ഹോട്ടലിലെ മാനേജറായിട്ട്. അതൊക്കെ മാതാവിൻ്റെ അനുഗ്രഹവും സഞ്ചാരി മാതാവ് ചെന്ന് അവനെ അനുഗ്രഹിച്ചതാണ്. അവന് ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ മാതാവിൻ്റെ ഉപ്പ് ഇത്തിരി കൊണ്ടുപോയി ചവിട്ടി കൂട്ടാത്തോടത്ത് മോൻ ഇട്ടോ, മോനെ അവിടെ തന്നെ വിളിക്കും, അപ്പച്ചനും അമ്മച്ചിയും ഞങ്ങളിവിടെ നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട്, മോനും പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവിടെ നന്നായി പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി ഇൻ്റർവ്യൂവിന് കയറിയപ്പോൾ അവിടെ അവൻ ഇത്തിരി ഇട്ടു. അങ്ങനെ 2ാമത് ഇൻ്റർവ്യൂ പാസ്സായി. അവൻ അങ്ങനെയാണ് അവിടെ മാനേജറായിട്ട് വിസ അടിച്ച് കിട്ടിയത്. പിന്നെ ജീവിത പങ്കാളി ഒരുപാട് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് പേരെ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ പത്രം 60 കെട്ട് പത്രം വാങ്ങി തൃശ്ശൂർ മെഡിക്കൽ കോളേജ്, എറണാകുളം മെഡിക്കൽ കോളേജ്, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, വീടുകളിൽ കയറി ഇറങ്ങി ഞങ്ങൾ കൊടുക്കുമായിരുന്നു. എന്നെക്കായും കൂടുതൽ വിശ്വാസം എൻ്റെ ജീവിത പങ്കാളിക്കാണ്. പ്രാർത്ഥനാ ജീവിതത്തിലും ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വൈകിട്ടുള്ള സായന്ന പ്രാർത്ഥനയും ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് ചെല്ലുന്നത്. അതിലെല്ലാം എൻ്റെ ഇളയ മകനും ഞാനും ചേട്ടനും ഉള്ളൂ. മൂത്തവൻ UK അവന് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതും അവനും പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ
ചേട്ടൻ വണ്ടിയിൽ ഇങ്ങനെ ആൾക്കാരെ കൊണ്ടുവരുമ്പോൾ ചേട്ടൻ ഒരുപാട് പേര് കളിയാക്കുന്നുണ്ട്. കാരണം നിനക്ക് എത്ര രൂപയാടാ കൃപാസനത്തിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുപോണേന് കമ്മീഷൻ തരണേന്ന് വരെ ചോദിച്ച് ചേട്ടനെ ഒരുപാട് കളിയാക്കി. ചേട്ടൻ പറഞ്ഞു, എനിക്ക് കമ്മീഷൻ തന്നത് ഞങ്ങളുടെ മാതാവാണ്, ഒരുപാട് കമ്മീഷൻ എനിക്ക് മാതാവ് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും എല്ലാവരും കളിയാക്കിയാലും ജീവിത പങ്കാളി അതൊന്നും വക വയ്ക്കാതെ ഒരാഴ്ചയിൽ 3 പ്രാവശ്യമെങ്കിലും ഇവിടെ വരുന്നുണ്ട്. ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ തീരെ കുറവായിട്ടാണ് വാങ്ങിക്കണേ.